ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം
മഹാപരിശുദ്ധനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധി മുൻപാകെ ഞങ്ങളിതാ കടന്നു വരുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സകല പാപങ്ങളും അവിടുന്ന് കഴുകി ഞങ്ങളെ ഇന്ന് പകൽക്കാലം അവിടുന്ന് ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ വിശുദ്ധ ശബത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവിൻ്റെ വരവ് താമസിച്ച പ്രകാരം ഒരു വിശുദ്ധ ശബത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു സാവകാശം കൂടെ ദൈവം ഈ മരുഭൂമിയിൽ ഒരുക്കിത്തന്ന വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാരത്തും ദൂരത്തുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനയുടെ തുടർച്ചയായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ 71-ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. സത്യ പ്രദീപ ഗാനത്തിലെ 71-ാമത്തെ പാട്ട്. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതേ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതേ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതേ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതേ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് സങ്കീർത്തനം 8-ാം അധ്യായം 1 തൊട്ട് അതിൻ്റെ 9 വരെയുള്ള വാക്യം ഇവിടെ വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ,
നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാകുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈയുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽവേളയ്ക്കായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, വളരെ ദുർഘടമാകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തെ കർത്താവെ ആരാധിപ്പാൻ, ശബദുകൾ മുടങ്ങാതെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ മുഴങ്കാലും അടക്കി പർവ്വതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരിന് മറുപടിയായി അളന്ന് പ്രതിഫലം തരുന്നതായ ഒരു നല്ല കർത്താവുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ശുശ്രൂഷിക്കുന്നതായ ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന പ്രിയദാസനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനിൽ കൂടെ കേൾക്കുന്നതായ നല്ല വചനങ്ങളെ കേട്ടുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി വിളയുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവെ അനുഭവിക്കുന്ന വിപത്തുകളെ, ഈ മഹാവ്യാധിയെ കർത്താവെ അവിടുന്ന് നീ ശാസിച്ച് അവിടുന്ന് അകറ്റുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക മനുഷ്യർ ഭീതിയോടും ഭയത്തോടും കൂടെ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ അടിയങ്ങൾക്ക് വലിയ പ്രത്യാശയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ, എൻ്റെ മണവാളൻ്റെ വരവേറ്റവും അടുത്തുവെന്ന് മനസ്സിലാക്കി ഒരുങ്ങി ജീവിപ്പാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, അനുഗ്രഹിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. കാരണം ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാനും പ്രാർത്ഥിപ്പാനും ഉള്ള അവസരങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, ഈ ലോകം, രാഷ്ട്രങ്ങൾ മൊത്തം ഇപ്പോൾ ഒരു ഭയത്തിൻ്റെതായ, ഒരു ഭീതിയുടേതായ ഒരനുഭവത്തിലായിരിക്കുകയാണ്. ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ വളരെ ദാരിദ്ര്യവും വളരെ പട്ടിണിയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള കാലം അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മളെല്ലാം സമയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ വരവിങ്കൽ ഭൂകമ്പവും ക്ഷാമവും വ്യാധികളും മഹാരോഗങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും. എങ്കിലും ദൈവത്തിന് സ്തോത്രം, പ്രത്യാശയുള്ളതായ ദൈവമക്കൾ അതിനെ അതിജീവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പേ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്പെഷ്യൽ സോങ് നമുക്ക് കേൾക്കാം. പാസ്റ്റർ മാത്യു എം ജോർജ്, അതിൽ നിന്ന് നല്ല മനോഹരമാകുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാവുന്നതാണ്.
സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കാതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കാതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും ഏശിയില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു നല്ല സ്വർഗീയ ഗാനം പാടി നമ്മെ ആത്മീയ സന്തോഷത്തിലേക്ക്, ആത്മീയ ആരാധനയിലേക്ക് നയിച്ചതായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു എം ജോർജിന് പ്രത്യേകാൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു. പ്രിയദാസനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ നല്ല പാട്ടുകളൊക്കെ പാടി സ്വർഗീയ സന്തോഷത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള സമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ദൈവമക്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകലിൽ, ഇന്നത്തെ ശബദിൽ കർത്താവെ തിരുവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് ഇടപെടും, ദൈവം നിങ്ങളെ നടത്തും. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് ശശിധരനെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്രത്യേകം അദ്ദേഹത്തെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ.
കർത്താവിൻ്റെ ദാസൻ ആലപ്പുഴ പത്തനംതിട്ട സെഷൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ശുശ്രൂഷകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നതായ ദൈവ വചനം നമ്മൾ പ്രാർത്ഥനയോടെ കൈക്കൊള്ളാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ മനോഹരമായ ഒരു ശബ്ദത്തിന്റെ പകൽക്കാലം പരിശുദ്ധനായ ദൈവം നമുക്ക് ഒരിക്കൽ കൂടെ നൽകിയിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം ഇപ്രകാരം നമ്മുടെ ഭവനങ്ങളിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു വരികയാണ്. ഇപ്രകാരമുള്ളതായ കൂടിവരവുകൾ നമുക്ക് വലിയ നന്മയാണ് ചെയ്യുന്നത് എന്ന് ഇന്ന് ഈ ശബ്ദത്തിന്റെ പകൽക്കാലം പറഞ്ഞറിയിക്കുവാൻ തക്കവണ്ണം ഞാൻ ആത്മാർത്ഥമായി താല്പര്യപ്പെടുകയാണ്. ആദിമകാലങ്ങളിൽ ദൈവത്തിന്റെ വേലയുടെ ആരംഭ നാളുകളിൽ ദൈവത്തിന്റെ ജനത്തിന് കൂടി വരുവാൻ അനവധി സഭകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാളുകളിൽ അവർ കൂടി വന്നിരുന്നത് ഇപ്രകാരം അനവധിയായ അവരുടെ ഭവനങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിമ സഭയിൽ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന ആ ഒരു അത്ഭുതകരമായ കുടുംബ ആരാധനകളുടെ അല്ലെങ്കിൽ ഭവനത്തിലെ കൂടിവരവുകളുടെ അത്ഭുതകരമായ അനുഭവം ഈ നാളുകളിൽ കൊറോണ വൈറസിന്റെ ഭീതി നിമിത്തം നമുക്ക് എല്ലാവർക്കും കൈവന്നിരിക്കുകയാണ്. ആ നന്മയെ ഓർത്ത് ഞാൻ ഇന്ന് ആമുഖമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അനവധി പ്രയാസങ്ങളുടെയും വേർപിരിയലുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നാം ഇന്ന് ഈ നാളുകളിൽ ജീവിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ നമ്മുടെ ജീവിതങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനധ്യാനത്തിനു വേണ്ടി അതിന്റെ കേൾവിക്കായി ഭവനങ്ങളിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും മനോഹരമായ ഒരു ശബദ ദിവസം ഞാൻ ആത്മാർത്ഥമായി ദൈവകൃപയിൽ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം ധ്യാനത്തിനായി നാം ഏവരും പ്രവേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുന്ന ഒരു പകൽ ശബദിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 36 മുതൽ 38 വരെയുള്ള വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ആ ഭാഗത്ത് നാം ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു രാജാവായി യേശുക്രിസ്തു രാജകീയ രംഗപ്രവേശനം യെരൂശലേമിലേക്ക് കഴുതപ്പുറത്തിരുന്ന് രംഗപ്രവേശനം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച് ലൂക്കോസ് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്രകാരം താൻ ഒരു രാജാവ് എന്ന നിലയ്ക്ക് തന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ ബഹുമാനിച്ച് അദ്ദേഹത്തിന് സ്തുതി പറഞ്ഞ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം 33.5 വർഷക്കാലത്തെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ ആദ്യ അനുഭവമാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ സ്തുതിപ്പാനും യേശുക്രിസ്തുവിനെ വാഴ്ത്തുവാനും ശിഷ്യന്മാർക്കും കൂടെയുള്ളവർക്കും ആദ്യമായി ഒരു അനുഭവം, ഒരു അവസരം ഉണ്ടാകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ കടന്നുവരവ്, യെരൂശലേമിലേക്കുള്ളതായ ആ രാജകീയ രംഗപ്രവേശനത്തെ കുറിച്ച് സഖറിയ പ്രവാചകൻ 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ആ രാജകീയ രംഗപ്രവേശനത്തെ കുറിച്ച് കാലങ്ങൾക്ക് മുൻപേ പ്രവചിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വിധത്തിൽ സഖറിയ പ്രവാചകൻ 9-ാം അധ്യായം 9-10 വാക്യങ്ങളുടെ നിവർത്തീകരണം എന്ന നിലയ്ക്ക് യേശുക്രിസ്തു രാജാവായി കഴുതപ്പുറത്തേറി യെരൂശലേം നഗരത്തിനകത്ത് പ്രവേശിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ലൂക്കോസിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന് 41-ാമത്തെ വാക്യത്തിൽ കഴുതപ്പുറത്ത് സഖറിയ പ്രവാചകന്റെ പ്രവചന നിവർത്തീകരണം എന്ന നിലയ്ക്ക് കഴുതപ്പുറത്ത് വാഴ്ത്തപ്പെട്ടവൻ എന്ന വിളിയോടുകൂടി അപ്രകാരം കയറി വന്ന കർത്താവായ യേശുക്രിസ്തു 41-ാമത്തെ വാക്യത്തിൽ യെരൂശലേം നഗരത്തിന് സമീപിക്കുവാൻ ഇടയായി എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട്
അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് യേശുക്രിസ്തു AD 31 തന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുന്നു. യെരുശലേമിലേക്ക് രംഗപ്രവേശനം ചെയ്യുവാൻ ഇടയായ കർത്താവായ യേശുക്രിസ്തു ആ നഗരത്തെ ദൂരെ നോക്കി കണ്ടുകൊണ്ട് കരയുവാൻ ഇടയായി എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട്, നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് എന്ന് ആ വാക്കുകളെ യേശുക്രിസ്തു ഉച്ചരിച്ചുകൊണ്ട് അന്ന് ആ കഴുതപ്പുറത്തിരുന്ന് എല്ലാവരുടെയും സമക്ഷത്തിൽ യേശുക്രിസ്തു കരയുവാൻ ഇടയായി എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ കരയൽ, ആ കണ്ണുനീരിന്റെ അർത്ഥം ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെ ധ്യാനിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്താൽ അവിടുന്ന് ഞങ്ങളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ. പ്രതിസന്ധിയുടെയും ശോധനയുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ഇതാ ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നു. അത്ഭുതകരമായ ദൈവിക സത്യങ്ങളെ, ദൈവിക മർമ്മങ്ങളെ ഇന്ന് പകൽക്കാലം വചന ധ്യാനത്തിലൂടെ മനസ്സിലാക്കുവാൻ പരിശുദ്ധനായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവിടുത്തേത്, സംസാരിക്കുന്ന ദാസൻ അവിടുത്തേത്, പങ്കുവയ്ക്കപ്പെടുന്ന വചനവും അവിടുത്തേത്. അവിടുന്ന് ഈ ശുശ്രൂഷയെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു. യെരുശലേമിലേക്ക് രാജാവായി രാജകീയ രംഗപ്രവേശനം നടത്തിയ കർത്താവായ യേശുക്രിസ്തു നഗരത്തിന് സമീപിച്ചപ്പോൾ ആ നഗരത്തെ നോക്കി കരഞ്ഞു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ആ നഗരത്തെ നോക്കി കരയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ ആ കരച്ചിലിന്റെ അർത്ഥം? എന്തിനു വേണ്ടിയായിരുന്നു, എന്തിനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു യേശുക്രിസ്തു കരയുവാൻ തക്കവണ്ണം ഇടയായത് എന്നതിനെ സംബന്ധിച്ച് ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ വചനത്തിലൂടെ ആഴമായി ചിന്തിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമുക്ക് വേണ്ടിയതായ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൽ നിന്നും 580 മലയാളത്തിൽ 580 പേജിൽ ഇപ്രകാരം ആ അനുഭവത്തെ കുറിച്ച്, യേശുക്രിസ്തു കരയുവാനിടയായ സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവളായി സഹോദരി വൈറ്റ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമിന്റെ അഹന്തയും സ്വയനീതിയും ഗർവവും കപടഭക്തിയും നിമിത്തം ഈ മനോഹര നഗരത്തിന്മേൽ വരുവാൻ പോകുന്ന ഭയങ്കരമായ ശിക്ഷാവിധിയെ യേശു മുൻകൂട്ടി കണ്ടു. റോമൻ സൈന്യത്താൽ നിരോധിക്കപ്പെട്ട നഗരത്തിനുള്ളിൽ അതികഠിനമായ വിശപ്പ് മൂലം മാതാപിതാക്കളും മക്കളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്നത് യേശു കണ്ടു. വിശപ്പടക്കുന്നതിന് വേണ്ടി സ്വന്തം പിഞ്ചു പൈതങ്ങളെ ഭക്ഷിക്കുന്ന അമ്മമാരും കഠിനക്ഷാമത്താൽ വലയുന്ന ജനസമൂഹത്തെയും യേശുക്രിസ്തു യെരുശലേം നഗരവീഥികളിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. AD 31 ഇപ്രകാരം ഒരു ദർശനം രാജാവായി രംഗപ്രവേശനം ചെയ്യുവാൻ തക്കവണ്ണം കഴുതപ്പുറത്തേറി വരുവാനിടയായ കർത്താവായ യേശുക്രിസ്തു ആ നഗരത്തെ നോക്കി കരയുമ്പോൾ ആ കണ്ണുകളിൽ, ആത്മീയ കണ്ണുകളിൽ കർത്താവായ യേശുക്രിസ്തു കാണുവാനിടയായത് ഇതേ നഗരവീഥികളിൽ ഒരു കാലത്ത് AD 70 റോമൻ സൈന്യം അകത്ത് കടക്കുന്നതും ആ സൈന്യത്തിന്റെ പോരാട്ടങ്ങളാൽ, ആ സൈന്യത്തിന്റെ കൊടും ഭീകരതകളാൽ, അതിഭയങ്കരമായ ഉപരോധത്താൽ യെരുശലേം നഗരം താറുമാറാകുന്നതും അനേകർ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്നതും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും പാകം ചെയ്ത് ഭക്ഷിക്കുന്നതുമായ ക്ഷാമവും ഒക്കെ യേശുക്രിസ്തുവിന്റെ കണ്ണിലൂടെ, ആ ആത്മീയ കണ്ണിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
ഗ്രേറ്റ് കോൺട്രവേഴ്സി പുസ്തകം 28 രണ്ടാമത്തെ പാരഗ്രാഫ്, യെരുശലേമിന്റെ നാശത്തെ പറ്റി യേശുക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിറവേറി. AD 31 എന്താണോ യേശുക്രിസ്തു യെരുശലേമിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായത്, അത് അക്ഷരം പ്രതി AD 70 സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് ചരിത്രകാരന്മാർ വ്യക്തമായി നമ്മെ രേഖപ്പെടുത്തി ബോധ്യപ്പെടുത്തുന്നു. വൻ പോരാട്ടം പുസ്തകം 30-ാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നു: ടൈറ്റസിനാൽ ഉപരോധം വീണ്ടും തുടങ്ങിയപ്പോൾ അതിദാരുണമായ കൊടും ദുരിതങ്ങൾ യെരുശലേമിൽ വീണു. ശ്രദ്ധിച്ച് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ താമസക്കാർക്ക് വർഷങ്ങളോളം മതിയാകുമായിരുന്ന ആഹാര സാധനങ്ങളുടെ കലവറ അന്യോന്യം പോരാടുന്ന കലഹക്കാരുടെ അസൂയയും പ്രതികാരവും കാരണം നേരത്തെ തന്നെ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ പട്ടിണിയുടെ ഉഗ്രഭീതി അനുഭവിക്കുവാൻ തുടങ്ങി. ബെൽറ്റിന്റെയും ചെരുപ്പിന്റെയും തുകലും കവചത്തിന്റെ ആവരണവും കാർന്ന് തിന്നത്തക്കവണ്ണം വിശപ്പിന്റെ പ്രാണവേദന അവരുടെ ഇടയിൽ അത്രമാത്രം ഉഗ്രമായിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 56 മുതൽ 57 വരെയുള്ള വാക്യങ്ങളുടെ നിവർത്തീകരണമായി ഈ ഉഗ്രമായ അനുഭവങ്ങൾ ആ യെരുശലേം നിവാസികളുടെ മേൽ വന്നു ഭവിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് പ്രവാചകന്മാർ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. AD 31 ഈ ദാരുണമായ കാഴ്ചകൾ AD 70 സംഭവിക്കുന്നതിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു നോക്കിക്കാണുകയും ആ കാഴ്ച യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ തകർക്കുകയും ആ കാഴ്ച യേശുക്രിസ്തുവിനെ കരയിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. യേശുക്രിസ്തു ആ കാഴ്ച കണ്ട് കരയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യുഗങ്ങളുടെ പ്രത്യാശ 215-ാമത്തെ പുറത്തിൽ ഇപ്രകാരം മിസസ് വൈറ്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹൂദന്മാർ തിരുവെഴുത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അവരുടെ സന്ദർശനകാലം അവർ ഗ്രഹിച്ചില്ല. ക്രിസ്തുവും ശിഷ്യന്മാരും അവർക്ക് നൽകിയ സേവനത്തിന്റെ കാലങ്ങൾ, ഇസ്രായേലിന് നൽകിയ കൃപയുടെ കാലങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. യഹൂദന്മാർ ആ സന്ദർശനകാലം തിരിച്ചറിഞ്ഞില്ല. അവർക്ക് വരുവാൻ പോകുന്ന ആ കൊടും ഭീതിയുടെ നാളുകളെ കുറിച്ച് യേശുക്രിസ്തു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതറിയാത്തവരെ പോലെ, അത് തിരിച്ചറിയാത്തവരെ പോലെ അവരുടെ സന്ദർശനകാലം അവർക്ക് ബോധ്യപ്പെടാതെ ഇരുന്നു. അവർക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. യേശു അതേക്കുറിച്ച് പറയാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ അതേക്കുറിച്ച് മനസ്സിലാക്കാതെ പോയി. അവർ അത് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? യഹൂദന്മാർ ആ നാളുകളെ കുറിച്ചുള്ളതായി ദൈവിക താക്കീതുകളെ കുറിച്ച് മനസ്സിലാക്കാതെ ഇരുന്നത്? എന്തുകൊണ്ടാണ് അവർ ആ അനുഭവങ്ങളെ കുറിച്ച് ഗ്രഹിക്കുവാൻ ഇടയാകാതെ പോയത്? എന്തുകൊണ്ടായിരുന്നു? വേദപുസ്തകം അതിന് വ്യക്തമായ കാരണങ്ങൾ നമ്മുടെ മുൻപാകെ നിരത്തുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു: വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. എ prudent man foreseeth evil and hideth himself. ഇംഗ്ലീഷിൽ വളരെ സ്ട്രോങ് ആയ അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു വാക്യമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വിവേകമുള്ളവൻ അവൻ അനർത്ഥം മുൻകൂട്ടി കാണുന്നു. അവൻ he foreseeth evil things because he is a prudent man. അവൻ വിവേകമുള്ളവനാകിയാൽ അനർത്ഥത്തെ, ഭാവിയിൽ വരുവാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് അവൻ മുൻകൂട്ടി കാണുകയും അവൻ ഒളിക്കുകയും ചെയ്യുന്നു. അല്പബുദ്ധികളോ നേരെ പോയി തല വെച്ചു കൊടുക്കുന്നു. യഹൂദന്മാർ നേരെ പോയി തല വെക്കുവാൻ തക്കവണ്ണം ഇടയായി. They were not prudent people. അവർ ഒരിക്കലും വിവേകമുള്ളവരായി മാറിയില്ല. അവർ നാളെയെ കുറിച്ചുള്ളതായ ദൈവിക വെളിപ്പെടുത്തലുകളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അവർ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല. ആരാണ് ദൈവത്തിന്റെ വചനപ്രകാരം ഒരു പ്രൊഡന്റ് മാൻ? ആരാണ് ദൈവത്തിന്റെ വചനപ്രകാരം വിവേകിയായ ഒരു മനുഷ്യൻ എന്ന് വേദപുസ്തകം വ്യക്തമായി നമുക്ക് മറുപടി നൽകുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 119 104-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനായി മാറുന്നു, നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു. 100-ാമത്തെ വാക്യത്തിൽ അതേ സങ്കീർത്തന ഭാഗം പറയുന്നു: നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. യഹൂദന്മാർക്ക്
ദൈവത്തിന്റെ കൽപ്പനകളെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അറിവുണ്ടായിരുന്നുവെങ്കിലും ആ അറിവ് അവർക്ക് വിവേകം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായില്ല. അതുകൊണ്ടാണ് 100-ാമത്തെ വാക്യം വ്യക്തമായി അടിവരയിട്ട് നമ്മോട് പറയുന്നത്, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ, because I keep thy law, because I obey thy precepts, because I do this, I became prudent before the Lord. ദൈവത്തിന് മുൻപാകെ വിവേകമേറിയവനായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. They were not obedient to the precepts of the Lord. ദൈവത്തിന്റെ കൽപ്പനകളെ അവർ വാസ്തവമായും അനുസരിക്കുവാൻ മനസ്സ് വെക്കാത്തത് കൊണ്ട് അവർക്ക് ഭാവിയെ കണ്ടറിയുവാൻ, ആ അനർത്ഥങ്ങളെ കുറിച്ച് കണ്ടറിയുവാൻ, അവയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ, അവയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ യഹൂദന്മാർക്ക് കഴിയാതെ പോയി. അവർക്ക് അവരുടെ സന്ദർശന കാലം അറിയുവാൻ സാധിച്ചില്ല. കാരണം ആ കാലം തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്കില്ലാതെ പോയി. അത് തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്കില്ലാതെ പോയി. ലൂക്കോസിന്റെ പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് യേശുക്രിസ്തു ചൂണ്ടിക്കാട്ടിയ ആ പ്രവചനത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ ഒരു നിവർത്തീകരണം ഉണ്ടാകും എന്ന് വ്യക്തമായി ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് എ ഡ്യുവൽ പ്രൊഫസി. അത് ഒരിക്കൽ കൂടെ this prophecy of Luke chapter 21 verse 6 is going to be repeated. 21-ാം അധ്യായം ലൂക്കോസിന്റെ പുസ്തകം 6-ാമത്തെ വാക്യത്തിൽ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് യേശു നമ്മോട് പറയുവാനിടയായ ആ സംഭവങ്ങൾ ഒരിക്കൽ കൂടെ ഈ ഭൂമിയിൽ ആവർത്തിക്കും എന്ന് പരിശുദ്ധനായ ദൈവം നമ്മോട് അടിവരയിട്ട് സംസാരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെ നാം കഴിഞ്ഞ ആഴ്ചകളിൽ ഇപ്രകാരം വചനധ്യാനത്തിന്റെ സമയത്ത് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ലോകത്തുള്ള മനുഷ്യർ എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ലോകം അവരുടെ ലംഘനം നിമിത്തം ശിക്ഷ അനുഭവിക്കുന്നു, ശപിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെരുശലേമിന്റെ നാശം വീണ്ടും ഈ ഭൂമിയിൽ സംഭവിക്കും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൻ പോരാട്ടം എന്ന പുസ്തകം വീണ്ടും ഒരിക്കൽ കൂടെ അതിലെ ചില പേജുകളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. 36-ാമത്തെ പേജ് 2-ാമത്തെ പാരഗ്രാഫ് വൻ പോരാട്ടം എന്ന പുസ്തകത്തിൽ മിസസ് വൈറ്റ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: The Savior's prophecy concerning the visitation of judgment upon Jerusalem is to have another fulfillment, of which that terrible desolation was but a faint shadow. മിസസ് വൈറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യെരുശലേമിന്റെ നാശം എന്നത്, യെരുശലേമിന് മേൽ ദൈവം നടപ്പിൽ വരുത്തിയ ആ ന്യായവിധി എന്നത് ലോകത്തിന് വരാൻ പോകുന്ന അന്ത്യകാലത്തെ ന്യായവിധിയുടെ ഒരു നിഴലാണ്. ആ നിഴൽ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ലോകത്തിന് മേൽ ദൈവം നടപ്പിലാക്കുവാൻ പോകുന്ന ആ ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുവാനും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിവേകികളായി മാറി ഒളിച്ചുകൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും എന്ന് പരിശുദ്ധനായ ദൈവം ഈ നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യേശു നമ്മോട് ഇപ്രകാരം പറഞ്ഞു: ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതെ ഇരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എങ്കിലോ വിശുദ്ധന്മാർ നിമിത്തം ആ നാളുകൾ ചുരുക്കപ്പെടും. ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിമേലാൽ ഉണ്ടാകാത്തതുമായ ഒരു വലിയ കഷ്ടം ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായി സംഭവിക്കും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അടിവരയിട്ട് നമ്മോട് പ്രബോധിപ്പിക്കുന്നു. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത അതികഠിനമായ ശോധന. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും അതേ കാര്യം ആവർത്തിച്ചിരിക്കുന്നു. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായി, ഈ ലോകത്തിലേക്കുള്ള മടങ്ങി വരവിന് മുൻപായി സംഭവിക്കും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ നാളുകൾ, ആ വലിയ കഷ്ടതയുടെ ദിനങ്ങൾ നമ്മുടെ മുൻപാകെ ആസന്നമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം നേരത്തെ വായിക്കുവാനിടയായി, വിവേകമുള്ളവൻ അനർത്ഥം മുൻകൂട്ടി കണ്ട് ഒളിച്ചുകൊള്ളുന്നു. A prudent man foreseeth evil things and hideth himself. വിവേകമുള്ള മനുഷ്യൻ അനർത്ഥങ്ങളെ മുൻകൂട്ടി കണ്ട് അവൻ ഒളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഞാൻ എങ്ങനെ ഈ നാളുകളിൽ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ അനർത്ഥങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് ബോധ്യമാകുമ്പോൾ, how can I hide myself? How should I? ഞാൻ എപ്രകാരമാണ് ഈ അനർത്ഥങ്ങളിൽ നിന്നും തന്നെത്താൻ ഒളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്? ഉൽപ്പത്തി പുസ്തകം
ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നാം കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ശബദുകളിൽ ചിന്തിക്കുവാനിടയായ ഒരു വേദഭാഗമാണ്. സോദോമിലും ഗോമോറയിലും അനവധിയായി പാപങ്ങളാൽ നിറയപ്പെട്ട് ആ നഗരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിക്കുമ്പോൾ ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. എസ്കേപ്പ് ഫോർ ദൈ ലൈഫ്, എസ്കേപ്പ് ഫോർ ദൈ ലൈഫ്. വേഗത്തിൽ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. 17-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ പുസ്തകം 17-ാം അധ്യായം 28-ൽ യേശുക്രിസ്തു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആവണ്ണം തന്നെ ആകുമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്താണോ ലോത്തിന്റെ കാലത്ത് ഈ ഭൂമിയിൽ സംഭവിച്ചത്, അതേ കാര്യം ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്തും ആവർത്തിക്കപ്പെടും. അപ്രകാരം അവർക്ക് ഒരു ഓടിപ്പോക്കുണ്ടായിരുന്നത് പോലെ ആ നഗരത്തിന്മേൽ, ആ പട്ടണങ്ങളിന്മേൽ ദൈവം തന്റെ ന്യായവിധിയെ നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ആ പട്ടണങ്ങളിൽ താമസിക്കുന്നതായി ദൈവത്തിന്റെ ജനത്തോട് ഓടിപ്പോയിക്കൊള്ളുക. എസ്കേപ്പ് ഫോർ ദൈ ലൈഫ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക്കൊള്ളുക എന്ന് അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, യെരൂശലേം നിവാസികളോട് അപ്രകാരം നിങ്ങൾക്കൊരു ഓടിപ്പോക്കുണ്ട് എന്ന് വ്യക്തമായ ഭാഷയിൽ കർത്താവായ യേശുക്രിസ്തു പറയുവാൻ തക്കവണ്ണം ഇടയായി. ഒരു കൃത്യമായ അടയാളം അവർക്ക് ഓടിപ്പോകേണ്ടുന്നതിന് കൃത്യമായ ഒരു അടയാളം യേശു അവർക്ക് നൽകിയിരുന്നു. വാട്ട് വാസ് ദാറ്റ് സൈൻ? എന്തായിരുന്നു ആ അടയാളം? എന്തായിരുന്നു ആ അടയാളം? ലൂക്കോസിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, മത്തായിയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ ആ അടയാളത്തെ കുറിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോന്നായിട്ട് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ പുസ്തകം 21-ൽ 20-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു: സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വാട്ട് ഫ്രണ്ട്സ്? എന്താണ് ആ അടയാളം? സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിൽ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിൽ ഉള്ളവർ പുറപ്പെട്ടു പോകട്ടെ. വീണ്ടും മത്തായിയുടെ പുസ്തകം 24, 15, 16 വാക്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായി കൂടുതൽ വ്യക്തമായ ഒരു വെളിപ്പെടുത്തലുകൾ കർത്താവ് നൽകിയിരിക്കുന്നു. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. എന്താണ് പ്രിയപ്പെട്ടവരെ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അബോമിനേഷൻ ഓഫ് ഡിസൊലേഷൻ. അബോമിനേഷൻ ഓഫ് ഡിസൊലേഷൻ. എന്താണ് ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? അവർക്കതൊരു അടയാളമായിരുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഈ 2 വാക്യവും നാം വളരെ വ്യക്തമായി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിന്റെ താക്കീതുകളെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായ യഹൂദന്മാർക്ക് ഓടിപ്പോകുവാനുള്ള ഒരു അടയാളം കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി നൽകിയിരുന്നു. ആ അടയാളം എന്നത് സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളണം എന്ന് നിർദ്ദേശം, താക്കീത് വ്യക്തമായി അവരെ പഠിപ്പിച്ചു. എപ്പോഴാണ് അപ്രകാരം ഓടിപ്പോകുവാൻ തക്കവണ്ണം യെരൂശലേമിൽ ആ അടയാളങ്ങൾക്കായി നോക്കിപ്പാർത്ത വിവേകികളായ ദൈവത്തിന്റെ മക്കൾക്ക്, ആ അടയാളം നോക്കിപ്പാർത്തു കാത്തിരുന്നവർക്ക് എപ്പോഴാണ് അപ്രകാരം ഓടുവാൻ തക്കവണ്ണം ഒരവസരം ഉണ്ടായത്? AD 70 അങ്ങനെ ആരും ഓടിപ്പോയില്ല. AD 70 ടൈറ്റസ് വന്ന് ടൈറ്റസിന്റെ സൈന്യം, റോമൻ സൈന്യം യെരൂശലേമിനെ നിരോധിക്കുന്നതായ സമയത്ത് അവർക്ക് ഓടിപ്പോകുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. They were not able to go because റോമ സൈന്യം, ടൈറ്റസിന്റെ സൈന്യം യെരൂശലേമിനെ വിരോധിക്കുവാൻ തക്കവണ്ണം AD 70 വന്ന സമയത്തായിരുന്നില്ല ഇപ്രകാരം അടയാളം കണ്ട് അവർ ഓരോരുത്തരും ഓടിപ്പോയത്. അതിനു മുൻപ് ഒരു സമയം അവർക്കായി ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം അവർ ഓടിപ്പോയി എന്നും അവർ രക്ഷ പ്രാപിച്ചു എന്നും വ്യക്തമായി ദൈവം നമ്മോട് പറയുന്നു. ചരിത്രകാരന്മാർ അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
വൻ പോരാട്ടം എന്ന പുസ്തകം 29-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു: യെരുശലേമിന്റെ നാശത്തിൽപ്പെട്ട് ഒരു ക്രിസ്ത്യാനി പോലും മരിച്ചില്ല. ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അവന്റെ വാക്കുകൾ വിശ്വസിച്ച എല്ലാവരും വാഗ്ദാനം ചെയ്യപ്പെട്ട അടയാളം നോക്കി പാർത്തിരുന്നു. ഒടുവിൽ അവർ അടയാളം കണ്ടു. അവർ ഓടിപ്പോയ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രകാരന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. വീണ്ടും 24-ാമത്തെ പേജ് 2-ാമത്തെ പാരഗ്രാഫ്: മുന്നറിയിപ്പിൻ അടയാളം അവർ കണ്ടാൽ രക്ഷപ്പെടേണ്ടവർ ഒട്ടും താമസിക്കരുത്. യഹൂദ മുഴുവനും യെരുശലേം തന്നെയും ഓടിപ്പോകാനുള്ള മുന്നറിയിപ്പ് ഉടൻ തന്നെ അനുസരിക്കണം. അടയാളം കണ്ടാൽ അവർ പിന്നെ കാത്തിരിക്കുവാൻ പാടില്ല, വേഗത്തിൽ ഓടിപ്പോയി കൊള്ളണം. സൈന്യങ്ങൾ അവരെ വളഞ്ഞിരിക്കുന്നതായ സമയത്ത് എങ്ങനെ അവർക്ക് ഓടുവാൻ കഴിയും? ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദം ടു ഫ്ലീ. അവർക്കൊരിക്കലും സൈന്യം വളഞ്ഞിരിക്കുന്നതായ സമയത്ത് അവർക്ക് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഒരു അവസരമില്ലായിരുന്നു. എന്നാൽ AD 70-ലല്ല അവർ ഓടിപ്പോയത് എന്ന് വ്യക്തമായി ചരിത്ര പുസ്തകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ ഓടിപ്പോയി, അവർ രക്ഷപ്പെട്ടു. അവർ ഓടിപ്പോയി പെല്ല എന്ന ചെറു നഗരത്തിൽ അവർ താവളമടിച്ചു. അവർ ഓടിപ്പോയി രക്ഷപ്പെട്ടു. എന്നാൽ ഓടിപ്പോയത് എപ്പോഴായിരുന്നു? AD 66-നും AD 70-നും ഇടയ്ക്ക് 3.5 വർഷക്കാലത്തെ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. AD 66-ലാണ് വാസ്തവത്തിൽ ആദ്യമായി റോമൻ സൈന്യം യെരുശലേമിനെ ഉപരോധിച്ചുകൊണ്ട് യെരുശലേമിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ഉപരോധം ഏർപ്പെടുത്തി സൈന്യത്താൽ യെരുശലേമിനെ ഉപരോധിക്കുന്നത് വാസ്തവത്തിൽ ആദ്യമായി AD 66-ലായിരുന്നു. AD 66-ൽ റോമൻ സൈന്യാധിപനായ സെസ്റ്റിയസ് വന്ന് അവരെ ഉപരോധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അധികം വന്ന് ഉപരോധിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അവരുടെ രീതി പ്രകാരം, അവർ ചെയ്തു വന്ന പ്രകാരം അവർ ചെയ്തത് യെരുശലേം നഗരത്തിന് പുറത്ത് ആ മൈതാനത്തിൽ, അവർ താവളമടിച്ച ആ മൈതാനത്തിൽ അവരുടെ ദേവന്മാരെ ചൂണ്ടിക്കാണിക്കുന്ന, വിഗ്രഹാരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ ദേവന്മാരെ ചൂണ്ടിക്കാണിക്കുന്ന കൊടികൾ നാട്ടുവാൻ തക്കവണ്ണം അവരിടയായിത്തീർന്നു. പ്രത്യേകിച്ചും 2 Chronicles 32 ആ അധ്യായം നാം വായിക്കുവാൻ ഇടയായിത്തീർന്നാൽ, പണ്ട് കാലങ്ങളിൽ രാജ്യങ്ങൾ പരസ്പരം പോരാട്ടങ്ങളെ നടത്തിയിരുന്നത് അവരവരുടെ ദേവന്മാരുടെ നാമത്തിലായിരുന്നു. ആ നാമത്തിലാണ് അവർ പരസ്പരം പോരാട്ടങ്ങളെ നടത്തിയിരുന്നത്. ഇവിടെ റോമൻ സൈന്യം AD 66-ൽ സെസ്റ്റിയസിന്റെ നേതൃത്വത്തിൽ കടന്നു വരികയും ആ സൈന്യം യെരുശലേമിനെ ഉപരോധിച്ചുകൊണ്ട് അവരുടെ വിഗ്രഹാരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ ദേവന്മാരെ ചൂണ്ടിക്കാണിക്കുന്ന ആ വിഗ്രഹാരാധനയുടെ അടയാളമായ കൊടികൾ അവർ നാട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കൊടികൾ നാട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 26 ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകം 26-ാമത്തെ പേജിൽ 1-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം മിസ്സസ് വൈറ്റ് പറയുന്നു. ഈ ഒരു ഭാഗം മലയാള പരിഭാഷയിൽ പരിഭാഷപ്പെടുത്തതായി കാണുന്നില്ല. ആയതുകൊണ്ട് ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. When the idolatrous standards of Romans should be set up in the holy ground, which extended some furlongs outside the city walls, then the followers of Christ were to find safety in flight. എന്ന് വെച്ചാൽ എപ്പോഴാണോ യെരുശലേമിലെ നിവാസികൾ യെരുശലേം നഗരത്തിന് പുറത്ത് സൈന്യങ്ങൾ അവരെ വളയുന്നതും ആ സൈന്യങ്ങൾ വളഞ്ഞ് വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നതായ അവരുടെ കൊടികൾ നാട്ടി അവരെ ഉപരോധിക്കുകയും ചെയ്യുന്നത്, അതായിരുന്നു അവർക്ക് വലിയ ഒരടയാളം. അതായിരുന്നു ഇസ്രായേൽ ജനത്തിന്, യഹൂദന്മാർക്ക് ഒരടയാളം എന്ന് വ്യക്തമായ ഭാഷയിൽ മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. Which extended some furlongs outside the city walls, then the followers of Christ were to find safety in flight. അപ്രകാരം അവർ ചെയ്യണമായിരുന്നു. ആ സൈന്യം വന്ന് അവരുടെ ദേവന്മാരെ സൂചിപ്പിക്കുന്നതായ കൊടികൾ ആ വിശുദ്ധ സ്ഥലത്ത് നാട്ടിക്കൊണ്ട് അവർ ആ ദൈവത്തെ, വിഗ്രഹങ്ങളെ ആരാധിച്ച് അവിടെ അവരെ ഉപരോധിക്കുവാൻ തക്കവണ്ണം ഇടയായ ആ സമയം അകത്തുള്ളതായ യഹൂദന്മാർ, വിശ്വസ്തരായ, വിവേകമുള്ള, അനർത്ഥം കണ്ട് ഒളിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നോക്കി പാർത്ത അനേകരും അടയാളം കണ്ടു. പക്ഷെ എങ്ങനെ ഓടിപ്പോകും? പുറത്ത് സൈന്യം വളയപ്പെട്ടിരിക്കുന്നു. ഓടിപ്പോകുവാൻ അടയാളം ലഭിച്ചിരിക്കുന്നു. എങ്ങനെ ഓടിപ്പോകും? ഇപ്പോൾ ഓടിപ്പോയാൽ അവർ പിടിക്കും, അവർ പിടിച്ചു കൊല്ലും എന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. ഓടിപ്പോകുവാൻ ദൈവമേ അടയാളം ലഭിച്ചിരിക്കുന്നു. ആയതിനാൽ കർത്താവേ, അവിടുന്ന് കരുണയോടെ ഓടുവാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് കാട്ടിത്തരണമേ. അടയാളം ഞങ്ങൾ കണ്ടിരിക്കുന്നു.
ഓടിപ്പോകുവാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഓടുവാൻ കഴിയാത്ത സാഹചര്യം ഇതാ ഉണ്ടായി. ഓടുവാൻ ദൈവമേ അവിടുന്ന് കരുണയോടെ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചത് എന്ന്? AD 66 സെസ്റ്റിയസും സൈന്യവും ഓൾമോസ്റ്റ് യെരുശലേമിനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കെ അവരാക്രമിക്കുവാൻ ഇടയായിരുന്നുവെങ്കിൽ യെരുശലേം AD 66 തന്നെ തകർക്കപ്പെടുമായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും റോമൻ സൈന്യത്തിന് അനുകൂലമായിരിക്കെ പെട്ടെന്ന് അകാരണമായി സെസ്റ്റിയസും സൈന്യവും നിലച്ചിരിക്കാതെ അവരുടെ സൈന്യവുമായി പിന്മാറി പോകുവാൻ തക്കവണ്ണം ഇടയ അകാരണം, which is we cannot explain why that man has done that. എന്തുകൊണ്ടാണ് ആ സൈന്യാധിപൻ അപ്രകാരം തന്റെ സൈന്യത്തെ പിൻവലിച്ചു കൊണ്ടുപോയി? ആർക്കും ഒരു വിവരണമില്ല. അകാരണം. ദൈവം ഇടപെട്ടുവോ? അകത്തുള്ള വിശ്വസ്തരായവരുടെ പ്രാർത്ഥന കേട്ട് ആ മനുഷ്യനെയും സൈന്യത്തെയും പിൻവലിപ്പിച്ചുവോ? നമുക്കറിയില്ല. പക്ഷേ ഓടിപ്പോകുവാൻ അടയാളം കിട്ടിയവർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. സെസ്റ്റിയസും സൈന്യവും അകാരണമായി നിലച്ചിരിക്കാതെ സൈന്യവുമായി പിന്മാറിപ്പോകുന്നു. അവർ പിന്മാറിപ്പോയ സമയത്ത് അകത്തെ യഹൂദ സൈന്യം അത് കണ്ട് വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ, ഞങ്ങൾക്ക് ദൈവം വലിയൊരു വിജയം നൽകി, ഞങ്ങളുടെ ദൈവം അവരെ തോൽപ്പിച്ചു, അവരെ ഓട്ടിച്ചു എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് അവർ വാതിലുകൾ തുറന്ന് ഓടിപ്പോകുന്ന ഈ റോമൻ സൈന്യത്തിന്റെ പിന്നാലെ ചെന്ന് അവരുടെ പിന്നിലുള്ളവരെ ഒക്കെയും അടിച്ചു വീഴ്ത്തി അവരുടേതായ സർവ്വ സാമഗ്രികളും അവരുടെ സകല സാധനങ്ങളും അപഹരിച്ചുകൊണ്ട് ആ വിജയത്തിൽ അവരെ അടിച്ചോടിച്ചു എന്ന സന്തോഷത്താൽ അവർ യഹൂദ സൈന്യം അതിമറന്ന് ആ നാളുകളിൽ ആഹ്ലാദിക്കുവാനിടയായി. അപ്രകാരം സൈന്യവും ജനങ്ങളും ഒക്കെ മതിമറന്ന സന്തോഷത്തോടെ റോമൻ സൈന്യത്തിന്റെ പിന്നാലെ പോകുന്ന ആ സമയത്ത് യഹൂദിയിൽ, ആ നഗരത്തിനകത്തുണ്ടായിരുന്ന ഈ അടയാളം കിട്ടിയ വിവേകികളായ മനുഷ്യർ ആ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് അവരുടെ ചെറിയ സാധനങ്ങളും ഭാണ്ഡങ്ങളുമായി വേഗത്തിൽ അവർ ഓടിപ്പോയി. അപ്പോഴാണ് AD 66 സെസ്റ്റിയസ് പിന്മാറിപ്പോയ ആ സമയത്താണ് വാസ്തവത്തിൽ യെരുശലേമിനകത്ത് പാർത്തിരുന്ന വിശ്വസ്തരായ ദൈവത്തിന്റെ മക്കൾ അടയാളം കണ്ട് ഓടിപ്പോയത്. തിരിച്ച് യഹൂദ സൈന്യം റോമൻ സൈന്യത്തെ കീഴ്പ്പെടുത്തി അവരെ ചൂഷണം ചെയ്ത് അവരെ അപഹരിച്ച് തിരിച്ച് നഗരത്തിനകത്ത് കടന്നു വന്നു. അവർ അവിടെ ജീവിതം ആസ്വദിക്കുവാൻ തക്കവണ്ണമിടയായി. ശേഷം AD 70 ടൈറ്റസ് വരികയും അവരെ ഉപരോധിച്ച് അവരെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് പിന്നീട് ചരിത്രം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മനുഷ്യർ, വിശ്വസ്തരായവർ, മുന്നറിയിപ്പിൻ അടയാളം കണ്ട് ഓടിപ്പോകുവാൻ ഇടയായത് AD 70 മറിച്ച് AD 66 അല്ലെങ്കിൽ AD 66 AD 70 ഇടയിൽ ഉണ്ടായിരുന്ന 3.5 വർഷക്കാലത്തെ ആ സമയത്തിൽ അവർക്ക് ഓടിപ്പോകുവാൻ തക്കവണ്ണം വലിയ ഒരു അവസരത്തെ പരിശുദ്ധനായ ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശേഷമുള്ളതായ ചില സമയം ഈ യെരുശലേമിന്റെ നാശവും ഈ അന്ത്യനാളിൽ ജീവിക്കുന്നതായ നാം ഓരോരുത്തരും ഉള്ളതായ ബന്ധത്തെക്കുറിച്ച് നാം വേഗത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി, ഈ വിശുദ്ധ സ്ഥലത്ത് റോമൻ സൈന്യം നാട്ടുവാൻ തക്കവണ്ണം ഇടയായ അവരുടെ ദേവന്മാരെ സൂചിപ്പിക്കുന്നതായ ആ കൊടികൾ വിഗ്രഹാരാധനയുടെ, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ ഒരു സൂചനയായി ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ സൂചന നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യത്തിലേക്ക് നാം ഇന്ന് വേഗത്തിൽ ശേഷമുള്ളതായ സമയം പ്രവേശിക്കുകയാണ്. സൂര്യാരാധനയും ഞായറാഴ്ച ആരാധനയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ചും പ്രാചീന കാലങ്ങളിൽ ധാരാളം രാജ്യങ്ങളിൽ സൂര്യാരാധന വളരെയധികം പ്രബലമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം ഈജിപ്തിൽ ഉണ്ടായിരുന്നു, പേർഷ്യയിൽ ഉണ്ടായിരുന്നു, ഫൊണീഷ്യ, ഗ്രീസ്, റോം തുടങ്ങിയതായ രാജ്യങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ ദൈവം എന്നത്, ദേവൻ എന്നത് സൂര്യനായിരുന്നു. പ്രത്യേകിച്ചും റോമൻ ഭരണാധികാരിയായി മാറിയ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ്, അദ്ദേഹം ഒരു സൂര്യാരാധിയായിരുന്നു. അദ്ദേഹം അപ്പോളോ എന്ന പേരിൽ അറിയപ്പെട്ട സൂര്യദേവനെ ആരാധിക്കുന്നതായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം സൂര്യനോട് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഒരു ദർശനം ലഭിക്കുന്നു. ആ ദർശനത്തിൽ അദ്ദേഹം ഒരു കുരിശ് കാണുകയും ആ കുരിശിന്റെ ദർശനത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നപ്പോൾ ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ
സൂര്യാരാധിയായിരുന്ന കോൺസ്റ്റന്റൈൻ കുരിശ് സ്വപ്നത്തിൽ കാണുവാൻ ഇടയായി. ശേഷം താൻ ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന ഒരു ഉൾവിളി അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അദ്ദേഹം ശേഷം ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നാം വേഗത്തിൽ ചിന്തിക്കുകയാണ്. കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തെയും അക്രൈസ്തവ മതങ്ങളെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുവാൻ തക്കവണ്ണം അതികഠിനമായി ശ്രമിച്ചു. എല്ലാവരും തന്നെ പോലെ, എല്ലാവരും തന്റെ മാതൃക പിൻപറ്റി ക്രിസ്തുവിന്റെ അനുയായികളാകണം എന്ന് ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റ് സ്വയം മനസ്സിൽ ആഗ്രഹിക്കുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കൂട്ടി യോജിപ്പിച്ച് അദ്ദേഹം ക്രിസ്ത്യാനിയാകുവാൻ തക്കവണ്ണം, ക്രിസ്തുമതം സ്വീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും കൂട്ടിവരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അക്രൈസ്തവരുടെ പൊതു ആരാധന ദിവസമായി ഞായറാഴ്ച ഒരു ആരാധന ദിവസമായി ക്രൈസ്തവർ അംഗീകരിച്ചാൽ ആ ദിവസത്തിൽ പൊതുവായി ആരാധിക്കുന്നതായ അവകാശവും അനുവാദവും ലഭ്യമായാൽ എല്ലാവരും ഈ മതം സ്വീകരിച്ചു കൊള്ളാം എന്ന ഒരു നിലപാട് ഈ രാജാവ് ഏറ്റെടുക്കുകയും ആ രാജാവിൻ്റെതായ നിർദ്ദേശം സഭയും അന്നുണ്ടായിരുന്ന റോമൻ കത്തോലിക്ക സഭയും ഒരു ചക്രവർത്തിയും അനവധി ലക്ഷക്കണക്കിന് അക്രൈസ്തവരും ഒരേ സമയം സഭയിലേക്ക് കടന്നു വരുന്നതായ അനുഭവം അവരെ വല്ലാതെ they were excited and they were tempted. ഈ ഒരു നിർദ്ദേശം രാജാവ് സഭയുടെ മുൻപാകെ വയ്ക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ എന്തിന് ശനിയാഴ്ചയാകുന്ന ശബദിനെ നാം ഇനിയും മുറുകെ പിടിക്കണം. ലക്ഷക്കണക്കിന് പേർ, അതും ചക്രവർത്തി ഉൾപ്പെടെ, ഈ ആരാധനാ ദിവസവുമായി അല്ലെങ്കിൽ അവരുടെ സൂര്യദേവനെ ആരാധിക്കുന്ന സൺഡേ എന്ന ആരാധന ദിവസത്തിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ എന്തിന് അവരെ പിണക്കണം? അവരെ ചേർത്തുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ മാറ്റങ്ങളെ വരുത്താം എന്ന് അന്നുണ്ടായിരുന്ന റോമൻ കത്തോലിക്ക സഭയും തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 321 മാർച്ച് മാസം 7-ാം തീയതി തന്റെ സാമ്രാജ്യത്തിൽ ഒരു പൊതുവായ ഞായറാഴ്ച നിയമം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ആ ദിവസം ആരും മറ്റൊരു വേലയും ചെയ്യരുത്, എല്ലാവരും ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഒരുപോലെ ഈ ക്രിസ്തുമതം സ്വീകരിച്ച് ഈ ദിവസം പൊതുവായി കൂടി വരുവാനും ആരാധിക്കുവാനും ഉപയോഗിക്കണം എന്ന ഒരു നിയമം തന്റെ സാമ്രാജ്യത്തിലുടനീളം അദ്ദേഹം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ പ്രഖ്യാപനത്തിനെ പിന്താങ്ങിക്കൊണ്ട് AD 364 ലവോദിക്ക സുന്നഹദോസിൽ വെച്ച് കത്തോലിക്ക സഭ ഞായറാഴ്ചയെ ഒരു പൊതു ആരാധന ദിവസമായി സഭയായി അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതൊക്കെ ചരിത്രമാണ്, വ്യക്തമായ തെളിവുകൾ സഹിതം നമ്മുടെ മുൻപാകെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അന്യദേവ ആരാധനയുടെ പ്രതീകമായി ഇന്ന് ഞായറാഴ്ച ആരാധന നിലനിൽക്കപ്പെടുകയാണ്. ഈ ആരാധന ദൈവികമായ പ്രമാണങ്ങൾക്കെതിരാണ്. ദൈവത്തിന്റെ 10 കൽപ്പനകളിലെ 4-ാം പ്രമാണത്തിനെതിരാണ് ഇന്ന് ലോകമാസകലം നിലനിൽക്കപ്പെടുന്ന ഞായറാഴ്ച ആരാധന. 1-ാം ദിവസത്തെ ആരാധന വാസ്തവത്തിൽ ദൈവകൽപ്പനകൾക്കെതിരും അത് ദൈവത്തിന്റെ കൽപ്പനകളോട് മറുതലയ്ക്കുകയും ദൈവത്തോടുള്ളതായ വെല്ലുവിളിയെയും സൂചിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ഞായറാഴ്ച ആരാധന എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ ആരാധനാ സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ ഈ ആരാധനാ രീതിയെ ഒരു നിയമമാക്കി മാറ്റുവാൻ തക്കവണ്ണം ചരിത്രത്തിലുടനീളം പല ശ്രമങ്ങളും പലപ്പോഴും നടന്നിട്ടുണ്ട്. ഈ ആരാധന രീതിയെ അടിച്ചേൽപ്പിക്കുവാൻ, ഈ ആരാധന രീതിയെ ഒരു നിയമമാക്കി മാറ്റുവാൻ പല ശ്രമങ്ങളും ചരിത്രത്തിലുടനീളം പല തവണ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഇൻസിഡന്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നാം പഠിക്കുന്നുവെങ്കിൽ 1888 അമേരിക്കൻ സെനറ്റർ ആയിരുന്ന ബ്ലെയർ എന്ന ഒരു സെനറ്റർ, അദ്ദേഹം ആദ്യമായി അമേരിക്കൻ പാർലമെന്റിൽ ഒരു ഞായറാഴ്ച നിയമം അദ്ദേഹം ബില്ലായി അവതരിപ്പിക്കുന്നു. ഏതാ വർഷം? 1888 അമേരിക്കൻ സെനറ്റർ ബ്ലെയർ അദ്ദേഹം അമേരിക്കൻ പാർലമെന്റിൽ ഒരു ഞായറാഴ്ച നിയമം ബില്ലായി അവതരിപ്പിക്കുന്നു. എന്നാൽ ദൈവം തന്റെ കൃപയിൽ സെവൻത് അഡ്വന്റിസ്റ്റ് സഭയുടെ പ്രതിനിധിയായി A.T. ജോൺസ് എന്ന ഒരു പൈനിയർ ശുശ്രൂഷകൻ ആ പാർലമെന്റിൽ കടന്നു ചെല്ലുകയും ഒരു സെനറ്റർ അല്ലാതിരുന്ന A.T. ജോൺസ് ആ ബില്ലിനെതിരായി ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും അദ്ദേഹം ഒരു സെനറ്റർ അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ള എല്ലാ സെനറ്റർമാരും A.T. ജോൺസിന്റെ വാദങ്ങളെ അംഗീകരിക്കുകയും ഒരു സെനറ്ററായ ബ്ലെയറിന്റെ ബില്ലിനെ സെനറ്റർ അല്ലാത്ത
മറ്റൊരു വ്യക്തിയുടെ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പാർലമെന്റ് ഉടനീളം ആ ബില്ലിനെതിരായി വോട്ടിടുകയും ആ ബില്ല് തള്ളപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ സംഭവത്തെ അസാധാരണം എന്നാണ് ആ നാളുകളിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ വിശേഷിപ്പിച്ചത്. ഒരു സെനറ്റർ അവതരിപ്പിച്ചതായ ഒരു ബില്ലിന് സെനറ്റർ അല്ലാത്ത മറ്റൊരുവന്റെ പ്രബന്ധം നിമിത്തം ആ ബില്ല് തള്ളിക്കളയുക എന്നത് അസാധാരണമായ ഒരു കാര്യമായി അവർ ചൂണ്ടിക്കാട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ നാളുകളിൽ ജീവിച്ചിരുന്നതായ മിസ്സസ് വൈറ്റ് ഈ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുവാനിടയായി, ദിസ് ഈസ് അവർ സെസ്റ്റിയസ് സൈൻ. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സെസ്റ്റിയസ് അടയാളമാണ്. ഇതാ ആ ബില്ല് പാസ്സാക്കപ്പെടുവാൻ എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നിട്ടും അകാരണമായി ഒരു സെനറ്റർ പോലും അല്ലാതിരുന്ന വെറും ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ പ്രബന്ധ അവതരണവും അതിലെ വാദങ്ങളും എല്ലാ സെനറ്റർമാരും ഏറ്റെടുത്തുകൊണ്ട് ബ്ലെയറിന്റെ ബില്ലിനെ പൂർണ്ണമായും തള്ളുക എന്നത് അസാധാരണമായ ഒരു കാര്യമാണ്. ഞായറാഴ്ച നിയമം നടപ്പിലാകുവാൻ ഇടയില്ലാത്ത വിധത്തിൽ ഇതാ ഇപ്രകാരം ഒരു അസാധാരണമായ സംഭവം നടന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ആ നാളിന് ശേഷമാണ് നാം മിസ്സസ് വൈറ്റിന്റെ എഴുത്തുകളിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അപ്രകാരം ഒരു ഓടിപ്പോക്ക് ആ സെസ്റ്റിയസ് അടയാളം അതിന്റെ സ്പിരിച്വൽ ആപ്ലിക്കേഷനായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ബ്ലെയർ ബില്ല് അവതരിപ്പിച്ചു. A.T. ജോൺസ് കടന്നു വന്ന് ആ ബില്ലിനെതിരായി വാദങ്ങളെ നിരത്തി. പാർലമെന്റ് മുഴുവനും ആ ബില്ല് തള്ളിക്കളഞ്ഞു. ആ നിയമം നടപ്പിലാക്കാതെ തള്ളപ്പെട്ടു എന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സെസ്റ്റിയസ് പിൻവാങ്ങിയതുമായി ആ ചരിത്രവുമായി അതിനെ കൂട്ടിക്കലർത്തിക്കൊണ്ട് മിസ്സസ് വൈറ്റ് പറഞ്ഞു, this is our time to flee. This is our time to go. This is our time to go into the retired places. നാം ഓടേണ്ടതായ നാളുകൾ ഉണ്ടായിരിക്കുന്നു. ഇനി ഏത് സമയത്തും ഇപ്രകാരം ഒരു നിയമം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഈ പാർലമെന്റുകൾ നിയമമായി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നേക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് കൊറോണ വൈറസ് അതിഭയങ്കരമായി എല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ നാളുകളിലാണ്. COVID-19 has set the stage for appearing of Satan and even to the Sunday law. ഈ COVID-19 പ്രതിസന്ധികൾ, കൊറോണ വൈറസ് ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയും സാമ്പത്തികമായ ആഘാതങ്ങളും നിമിത്തം ഇന്ന് ഈ ഭൂമിയിൽ ഏത് സമയത്തും ഒരു ഞായറാഴ്ച ആരാധനയുടെ നിയമത്തെ സാത്താൻ യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തിക്കായി ഏത് സമയവും ഈ ലോകത്തിൽ സംഭവ്യമാകുന്നതായ ഒരു അസാധാരണമായ നാളുകളിലേക്ക് ഞാൻ നിങ്ങളും ഇപ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. നോഹയുടെ പ്രളയത്തിന് ശേഷം ലോകമാസകലം ഇപ്രകാരം ഭീതിയിൽ അകപ്പെട്ട ഒരു കാലം, ഒരു മഹാവ്യാധി, ഒരു മഹാസംഭവം ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. നോഹയുടെ പ്രളയത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭീതിയിൽ ആണ്ടുപോയ, അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ മഹാമാരിയെ എപ്പിഡമിക് എന്നതിന് പകരം പാൻഡമിക് എന്ന് പറയുവാനിടയായത്. എല്ലാ രാജ്യങ്ങളും ഈ ബാധയാൽ തകർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക നില ഇത് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക്, ഈ സാമ്പത്തികമായി ഈ കൊറോണ വൈറസിന്റെ ഭീതി നിമിത്തം എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നതായ സാമ്പത്തികമായ അതിപതനത്തിന്, സാമ്പത്തികമായ തകർച്ചയ്ക്ക് പരിഹാരമായി ഒരു നിർബന്ധിത 6 ദിവസ വേലയ്ക്കും ഒരു ഞായറാഴ്ച നിയമത്തിനും പ്രിയപ്പെട്ടവരെ COVID-19 വാസ്തവത്തിൽ വഴിയൊരുക്കുകയാണ്. Are you seeing the signs very clearly? ദൈവത്തിന്റെ വചനം പറയുന്നു, വിവേകമുള്ളവൻ അനർത്ഥം മുൻകൂട്ടി കണ്ട് ഒളിച്ചുകൊള്ളുന്നു. ഇതാ അനർത്ഥം വരുന്നു, ഇതാ കഷ്ടതകൾ വരുന്നു, ഇതാ ഭീതിയുടെ നാളുകൾ നമ്മുടെ മുൻപാകെ ആസന്നമായിരിക്കുന്നു. വിവേകമുള്ളവൻ ഇത് കാണുവാൻ ദൈവം തന്റെ കൃപയാൽ അവന്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. ഇവിടെ കത്തോലിക്ക സഭയും ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ഞായറാഴ്ച നിയമം ഈ ലോകത്തിൽ ഏറ്റവും ആവശ്യം. അതാണ് ഈ സർവ്വ പ്രതിസന്ധികൾക്കും പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഞായറാഴ്ചയുടെ നിയമവുമായി എഴുന്നേറ്റ് വരുന്നു. ലോക നിയമങ്ങളെ അനുസരിക്കാതെ ദൈവിക നിയമങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് വിൽക്കുവാനും വാങ്ങുവാനും കഴിയാതെ വരും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി പറയുന്നു. ഞാൻ നിങ്ങളും ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ധൈര്യം കാട്ടിയാൽ എനിക്ക് വിൽക്കുവാനും വാങ്ങുവാനും ഈ ലോകത്തിൽ അവകാശം ഉണ്ടാവുകയില്ല.
എനിക്ക് വിൽക്കുവാനും വാങ്ങുവാനും ഈ നാളുകളിൽ ഈ ലോകത്തിൽ അവകാശം ഉണ്ടാവുകയില്ല. പ്രതിസന്ധിയുടെ ആ നാളുകൾക്കായി നമ്മെ ഒരുക്കേണ്ടതിന് ദൈവം ഈ നാളുകളിൽ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക്കൊള്ളുക, പുറകോട്ട് നോക്കരുത് എന്ന് വ്യക്തമായ ഒരു താക്കീത് നമുക്ക് നൽകിയിരിക്കുന്നു. In letter 90, 1897 ഇപ്രകാരം ഒരു പ്രശസ്തമായ കോട്ട് മിസസ് വൈറ്റ് നമുക്ക് നൽകിയിരിക്കുന്നു. The Protestant world have set up an idol Sabbath in the place where God's Sabbath should be, and they are treading in the footstep of the papacy. For this reason, I see the necessity of the people of God moving out of the cities into retired country places where they may cultivate the land and raise their own produce. I see the necessity of making haste to all things ready for the crisis. ഒരു വലിയ ശോധന ഇതാ നമ്മുടെ മുൻപാകെ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുവാൻ കഴിയാത്ത, വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്ത ഒരു നാളുകളിലേക്ക് ഈ COVID-19 നമ്മെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. എത്ര വേഗത്തിൽ അത് ഈ ലോകത്തിൽ നടപ്പിലാകുമെന്ന് നമുക്കറിയില്ല എന്ന് വരികിലും അതിവേഗത്തിൽ the final moments will be rapid ones. അതിവേഗത്തിൽ അതിശീഘ്രം അതൊക്കെ ഈ ലോകത്തിൽ നടപ്പിലാകുമെന്ന ദൈവത്തിന്റെ നിർദ്ദേശം ഓർത്തുകൊണ്ടാൽ നമുക്കധികം നാളുകൾ ഇനി ബാക്കി ശേഷിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ സൺഡേ ലോയുടെ നാളുകളിൽ ഈ ലോകത്തിന് വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് നമുക്ക് ഏവർക്കും ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ മുറുകെ പിടിക്കുമെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ ഈ ലോകം അതിന് വിരുദ്ധമായി പ്രവർത്തികളിൽ ഏർപ്പെടുവാൻ, ഈ ലോകം അതിന് വിരുദ്ധമായി കാര്യാദികൾ ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ ലോകം പറയും, we will not sell and we will not allow you to buy. നിനക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാതെ വരും. ഇന്ന് നാം ജീവിക്കുന്നതായ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം നമ്മുടെ സമൂഹത്തെ ആശ്രയിക്കുന്നു, നാം നമ്മുടെ ഗവൺമെന്റുകളെ ആശ്രയിക്കുന്നു, നാം നമ്മുടെ ചുറ്റുപാടുകളെ ആശ്രയിക്കുന്നു. നമുക്ക് ജീവിക്കുവാൻ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ഗവൺമെന്റുകളെ നമുക്ക് ആശ്രയിക്കാതെ പറ്റാതായി തീർന്നിരിക്കുന്നു. എന്നാൽ അപ്രകാരം ആശ്രയിപ്പാൻ പറ്റാതെ ഇരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ധീരമായ ഒരു തീരുമാനം എനിക്കും നിങ്ങൾക്കും എടുക്കുവാൻ കഴിയാതെ വരും. എനിക്കും നിങ്ങൾക്കും ആഹാരം വേണമെന്നുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ അനുസരിക്കാതെ നിവർത്തിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആമുഖമായി കൊണ്ട് പറഞ്ഞത്, സെസ്റ്റിസിന്റെ അടയാളവും ടൈറ്റസിന്റെ അടയാളവും. സെസ്റ്റിസിന്റെ അടയാളം വ്യക്തമായി ആ കൊടിയായി ദൈവം കാട്ടി തന്നിരിക്കുന്നു. നമുക്ക് ഓടിപ്പോകേണ്ടതായ നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു. ഈ COVID-19 എന്ന പ്രതിഭാസം, ഈ മഹാവ്യാധി എന്ന പാൻഡമിക്, ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതായ ഈ മഹാവ്യാധി നമ്മെ കൊണ്ടുപോകുന്നത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ പ്രതിസന്ധികളിലേക്കാണ്. എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം മാത്രം, എസ്കേപ്പ് ഫോർ ദൈ ലൈഫ്, എസ്കേപ്പ് ഫോർ ദൈ ലൈഫ്. നാം ഇന്ന് ആരെ അനുസരിക്കും? AD 70 ദൈവത്തിന്റെ ശബ്ദം കേട്ട ഒരു ക്രിസ്ത്യാനി പോലും നഷ്ടപ്പെട്ടു പോയില്ല, ഒരു ക്രിസ്ത്യാനി പോലും മരണപ്പെട്ടില്ല. അവർ വിവേകത്തോടെ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച് അവർ അനർത്ഥം മുൻകൂട്ടി കണ്ട് ഓടി ഒളിച്ചതുപോലെ നിങ്ങൾ ഈ അനർത്ഥത്തെ മുൻകൂട്ടി ഇന്ന് കാണുന്നില്ലയോ? ഞാൻ നിങ്ങളും ഇന്ന് നമുക്ക് അവസരമുള്ളപ്പോൾ, അതിന് സമയമുള്ളപ്പോൾ, ഇന്ന് നമുക്ക് അതിന് നിർണായകമായ സമയത്തെ ദൈവം നൽകിയിരിക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞാൽ ഇനി ഒരിക്കലും അതിന് കഴിയാത്ത വിധത്തിൽ AD 70 എല്ലാ യഹൂദന്മാരും ഓടിപ്പോകാത്ത സർവരും അതിനകത്ത് മരിച്ചു വീണ് നഷ്ടപ്പെട്ടു പോയ പ്രകാരം ഞാൻ നിങ്ങളും നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കാം. We have only one opportunity. We have only one chance. Who will make that opportunity? ആര് അപ്രകാരം ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കും? നാം ആരെ ഈ നാളുകളിൽ തിരഞ്ഞെടുക്കും? ദൈവത്തെയോ ലോകത്തെയോ? നാം ഏറ്റെടുക്കുന്ന ആ നല്ല തെരഞ്ഞെടുപ്പിനെ നോക്കി ഇന്ന് സ്വർഗം കാതോർക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ആ തെരഞ്ഞെടുപ്പ്? അനുഗ്രഹിക്കപ്പെട്ട ദൂത് നൽകിയ പാസ്റ്റർ രാജേഷ് ശശിധരന് നന്ദി പറയുന്നു. നമുക്ക് ആരാധനയുടെ അവസാനമായി ഏവർക്കും ചേർന്ന് പാട്ടുപുസ്തകത്തിലെ 305-ാമത്തെ പാട്ട് പാടാം. 305.
എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂമൊഴി കേൾപ്പാനെനിക്കാശ. എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ. എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂമൊഴി കേൾപ്പാനെനിക്കാശ. സുന്ദരനിൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. സുന്ദരനിൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. വീരുന്നു വീടാതെ എന്നെ നയിച്ചിടും സ്നേഹക്കൊടിയവൻ, എന്മേൽ പിടിച്ചിടും. എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂവൊഴി കേൾപ്പാനെനിക്കാശ. ഇമ്പം തരും സ്വരം തുമ്പമകറ്റിടും, ഉല്ലാസഘോഷങ്ങൾ സിയോനിലെന്നെന്നും. ഇമ്പം തരും സ്വരം തുമ്പമകറ്റിടും, ഉല്ലാസഘോഷങ്ങൾ സിയോനിലെന്നെന്നും. ആ നാളിൽ ഞാൻ പാടും ആനന്ദ കീർത്തനം, കുഞ്ഞാടിനെന്നെന്നും ഹല്ലേലൂയ ഗാനം. എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂമൊഴി കേൾപ്പാനെനിക്കാശ. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നൂരാ ചെയ്തോരു നാഥനെ എന്നോ നീ വന്നിടും. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നൂരാ ചെയ്തോരു നാഥനെ എന്നോ നീ വന്നിടും. കാണാനെനിക്കാശ രാജാതിരാജാവേ, കേൾക്കാനെനിക്കാശ സ്വർഗീയ രാജാവേ. എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂമൊഴി കേൾപ്പാനെനിക്കാശ. എൻ പ്രിയനെ നീ പൊന്മുഖം കാൺമാനെനിക്കാശ, എൻ പ്രിയനെ നീ തൂമൊഴി കേൾപ്പാനെനിക്കാശ. നമുക്ക് ഈ സമയത്ത് നാം ഇരിക്കുന്നതായ ഭവനങ്ങളിൽ കണ്ണുകളെ അടച്ച് ഏകാഗ്രതയോടും സമർപ്പണത്തോടും നാം കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ശബദ് ദിവസത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് ആരെയും ഭയപ്പെടാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. എന്നാൽ ഭീതിയുടെയും പ്രയാസത്തിൻ്റെയും ശോധനയുടെയും വെല്ലുവിളികളുടെയും നാളുകളിൽ ശബദിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളിതാ ആ സമയവും ആ കാലവും ആസന്നമായി വരുന്നു എന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ദൈവത്തെ 7-ാം ദിവസം ആരാധിക്കുവാൻ കഴിയാത്ത ഒരു ലോക നിയമം ഞങ്ങൾക്കെതിരായി ഈ ലോകത്തിൽ ഉടലെടുക്കുവാൻ പോകുന്നുവെന്ന് ഈ കൊറോണ വൈറസിൻ്റെ ഭീതികളൊക്കെ, കൊറോണ വൈറസിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനനുസൃതമായി തയ്യാറെടുപ്പ് നടത്തുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേകിയായവൻ അനർത്ഥം മുൻകൂട്ടി കണ്ട് ഒളിച്ചുകൊള്ളുന്നു എന്ന വചനത്തെ ഓർത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് വിവേകമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ, ഈ സിസ്റ്റത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഈ ലോകം പറയുന്ന പ്രകാരം, ഈ ലോകം കൊണ്ടുവരുന്ന നിയമങ്ങൾ പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിർബന്ധിതരാകും. അപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയായിത്തീരും. അങ്ങനെ ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് കർത്താവിനെ മാത്രം ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ മാത്രം അനുസരിക്കുവാൻ, രക്ഷപ്പെടേണ്ടതിന് ജീവന് വേണ്ടി ഓടിക്കൊള്ളുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങളെ
കേൾപ്പിച്ച വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പ്രിയ പിതാവേ. യെരൂശലേമിൻ്റെ നാശം ഞങ്ങൾക്കുള്ളതായ വലിയൊരു അടയാളമാണ് എന്ന് ഇന്ന് പകൽക്കാലം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം. ഈ വചനങ്ങളെ ആഴമായി ഞങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ, അതിനനുസൃതമായി ഞങ്ങളെ കുടുംബങ്ങളായി ഒരുങ്ങുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയ പിതാവേ. റോമൻ സൈന്യം ഇതാ ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. റോമൻ സൈന്യം ഇതാ ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു. നിങ്ങളുടെ സന്ദർശന കാലം നിങ്ങൾ അറിയാത്തത് കൊണ്ട് എന്ന് യെരൂശലേമിനെ നോക്കി യേശു പറയുവാൻ ഇടയായതുപോലെ ആത്മീയ ഇസ്രായേലിയരായ ഞങ്ങളെ നോക്കി ഇതാ നിങ്ങളുടെ സന്ദർശന കാലം അടുത്തിരിക്കുന്നു എന്ന് ദൈവം പറയുന്ന ആ ശബ്ദം കേട്ടുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുവാൻ, ആത്മീയമായി ദൈവത്തിൻ്റെ വചനപ്രകാരം ഓടിപ്പോക്ക് നടത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിർണായകമായ ദിവസങ്ങളിൽ ഒരുക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേട്ട കൃപയ്ക്കായി സ്തോത്രം. ഈ ആരാധനയിലുടനീളം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, അവിടുത്തെ നന്മകളെ അനുഭവിച്ച് അവിടുത്തെ സന്തോഷങ്ങളെ പ്രാപിച്ച് അവിടുത്തെ ആശ്രയിപ്പാൻ ഒരിക്കൽ കൂടെ നൽകിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. ഞങ്ങൾ കേട്ട വചനം 30, 60, 100 മേനി വിളവുണ്ടാകുവാൻ, അതനേക ഫലങ്ങളെ കായ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സർവദോഷങ്ങളോട് വിക്കുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ മേലും, നാം ഇന്ന് ധ്യാനിച്ച വചനത്തിന്മേലും, നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും, ഈ ആരാധനയിൽ കടന്നു വന്ന, ഈ ആരാധനയിൽ പങ്കുകൊണ്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും ഇന്നും എന്നേക്കും കാലന്ത്യത്തോളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടെ ഇരിക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഓരോ ശബദുകളിലും ഇപ്രകാരം ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും അനവധിയായ സ്വർഗീയ നന്മകളെ പ്രാപിച്ചു എന്നറിയുവാൻ തക്കവണ്ണം ഇടയായതിൽ വളരെ വളരെ സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ ഭീതി നിമിത്തം പല രാജ്യങ്ങളിലും അനേക വിശ്വാസികൾ ദുരിതത്തിലായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. നാം നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തെ ഇപ്രകാരം സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ അനേക ആശുപത്രികളിലും അനേക ഭവനങ്ങളിലും ഈ രോഗത്താൽ പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് എന്ന വിവരത്തെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടിയതായ ക്രമീകരണങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നിടത്തോളം പ്രവൃത്തികൾ ചെയ്യുവാനും ഈ നാളുകളിൽ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സെക്ഷനെയും അധികമായി സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന് ഏറ്റവും അധികമായി ഈ ഒരു ശുശ്രൂഷയിൽ പ്രവർത്തിക്കുവാൻ, അനേക കുടുംബങ്ങൾക്ക് സഹായമായി തീരുവാൻ, അനേക കുടുംബങ്ങൾക്ക് ആവശ്യമായ ആഹാര വസ്തുക്കളും മറ്റ് ഇതര സാമഗ്രികളും എത്തിച്ചു കൊടുക്കുവാൻ സ്വർഗസ്ഥല ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുവേണ്ടിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ അനേക പ്രിയപ്പെട്ടവർ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ഇടയായി തീർന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നാളിൽ വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ നാളുകളിൽ, ഈ പ്രതിസന്ധിയുടെ ദിനങ്ങളിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് നാളേക്കായി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും അധികമായി സഹായിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
വിശുദ്ധ